ഇത് ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ അറസ്റ്റ് എന്നല്ലാതെ ഒരു ഫൈനൽ കുറ്റപത്രം എന്നാണ് സമർപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു ഐഡിയയില്ല. അത് കഴിഞ്ഞതിന് ശേഷമേ സർക്കാരിന് അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പോൾ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നു. പക്ഷേ ഈ അറസ്റ്റ് കൊണ്ട് മാത്രം ചാർജ് ഷീറ്റ് ആവുന്നില്ല. ചാർജ് ഷീറ്റ് ഫൈനലായിട്ട് കൊടുക്കുമ്പോഴേ സർക്കാരിന് തുടർന്നുള്ള ആക്ഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഏതായാലും സർക്കാർ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഫൈനലായിട്ടുള്ള ചാർജ് ഷീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. അല്ല, പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്ത ആരുടെ കാലത്താണ്? ഞങ്ങളുടെ കാലത്തല്ലല്ലോ. പ്രശാന്തിൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആരെയും ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടില്ല. അവരോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതിൽ സർക്കാരിന് അസംതൃപ്തിയുണ്ട്. അത് ഞാൻ പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫൈനൽ ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് സർക്കാർ പ്രവേശിക്കും. തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ അസംതൃപ്തിയുണ്ട്. ഇനി എന്താണെന്ന് ഹൈക്കോടതി പറയുന്നത് തൃപ്തി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിൻ്റെ അതൃപ്തി ഏതായാലും ചാർജ് ഷീറ്റ് ഈ മാസം ഉണ്ടാവുന്നതാണ് നോക്കി. ഈ മാസം കണ്ടില്ലെങ്കിൽ സർക്കാരിൻ്റെ അതൃപ്തി സർക്കാർ അറിയിക്കും. സംശയമൊന്നും അക്കാര്യത്തില്ല. ഇതിങ്ങനെ ഇഴഞ്ഞു പോകുന്നത് വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. അല്ല, പങ്കില്ലാതിനി അവർക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ നടപടികളൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച നടപടികളുടെ ഭാഗമാണ്, അതിൻ്റെ തുടർച്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിതിലൊന്നും ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥനെയും വിളിച്ച് ഇതിനെക്കുറിച്ച് ഒരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മാസം കൊണ്ടും ചാർജ് ഷീറ്റ് കൊടുക്കാൻ താമസിച്ചാൽ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റേതായിട്ടുള്ള അസംതൃപ്തി കോടതി അറിയിക്കേണ്ടി വരും. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. 31-ാം തീയതി വരെ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അവർ കൂടുതൽ ഒറ്റപ്പെടുന്നതാണ് യാഥാർത്ഥ്യം. അതാണല്ലോ മറ്റേ UDFകാരെ സംസ്കാരം പഠിപ്പിക്കാൻ വരുന്ന ചില വിദ്വാന്മാർ, അവരുടെ നേതാക്കന്മാരുടെ വാശ്യമാണിത്. പക്ഷേ പാലോളി മുഹമ്മദ് കുട്ടി അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു ഷോക്കിംഗ് ന്യൂസാണ്. കാരണം ഞങ്ങളൊക്കെ അദ്ദേഹത്തിനെ കേരള രാഷ്ട്രീയത്തിലെ ഒരു തലമുതിർന്ന കാരണവരായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ മിനിഞ്ഞാന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഇത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും, പ്രധാനമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിന് പകരം ഏതെങ്കിലും പാർട്ടി ഓഫീസിലേക്ക് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകടനം നടത്തി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ വിചാരിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ MLA സ്ഥാനം രാജിവെച്ച് പോയിന്നാണ് വിചാരിച്ചത്. കാരണം സഭയിൽ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടില്ല. ഏതായാലും ഇന്നലെങ്കിലും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതിൽ ഒരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ വീണ്ടും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. പക്ഷേ ഇതൊരു വളരെ തെറ്റായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായത്. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അത് വളരെ തെറ്റായിപ്പോയി. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ല. ഇല്ല, അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഇനിയും ഞങ്ങളുടെ ജാഥ ഉണ്ടാവും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജാഥയുണ്ടാവും. പക്ഷെ അതിനൊക്കെ തിരിച്ച് KBC ഓഫീസിലേക്ക് വന്നാൽ പ്രവർത്തകർ ആത്മസംയമനം പാലിക്കുന്നുണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആത്മസംയമനം പാലിക്കാൻ. അത് എത്ര കാലം ഞങ്ങൾക്ക് പ്രവർത്തനം പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല.
അല്ല, അവരെന്താ അറിയോ, അവരുടെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ കാശിൽ എത്രമാത്രം അടിച്ചു മാറ്റി എന്നുള്ള ചർച്ചയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. 10 കോടി കിട്ടിയവർ 2 കോടിയെ ഫീൽഡ് ഇറക്കിയുള്ളൂ എന്നൊക്കെ അവർ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അവരുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു ഏർപ്പാടുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഉള്ള സീറ്റും കൂടെ അടുത്ത ഇലക്ഷനോടെ നഷ്ടപ്പെടുമെന്ന് മാത്രമേ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ.